കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മസിലാണ്. കോൺഫിഡൻസ് മസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കണ്ടിന്യൂസ് വർക്കൗട്ടിലൂടെയാണ് നമ്മളിൽ ആ മസിൽ ബിൽഡ് ആവുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പം ഇപ്പം നമ്മൾക്ക് വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹം. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഈ വണ്ണത്തിൽ ഓടിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം എന്നെ കളിയാക്കും, അതുകൊണ്ട് ഒന്ന് ബോഡി സെറ്റായിട്ട് ഓടാൻ തുടങ്ങാം എന്ന് പറയുന്ന പോലെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഞാനൊരു പരിപാടിക്ക് ഇറങ്ങുള്ളൂ എന്ന് ആളുകൾ ചിന്തിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മാത്രമാണ് നമ്മളുടെ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഞാനിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ ഡെയിലി അതിലേക്ക് എത്താനായിട്ടുള്ള വർക്കൗട്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിപ്പം ഫിസിക്കൽ കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ ഒരു മെൻ്റൽ രീതിയിലാണെങ്കിലും വർക്കൗട്ട്സ് ചെയ്ത് നമ്മളിപ്പോൾ എനിക്ക് നന്നായിട്ട് ആളുകളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ആരോടും മിണ്ടാതിരിക്കുക, നമുക്കൊരിക്കലും കോൺഫിഡൻസ് ബിൽഡപ്പ് ആവില്ല. നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ നമ്മൾ ആദ്യം വീട്ടിലുള്ള ഒരു 3 പേരോടായിരിക്കും മിണ്ടുന്നത്. അത് റെഗുലർലി ഒരു അരമണിക്കൂർ ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചൊന്നാവുക. പിന്നെ നമ്മളുടെ ഒരു ഓഫീസിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും സംസാരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു സ്മോൾ ഗ്രൂപ്പിൽ സംസാരിച്ച് നമ്മളൊരു ലാർജ് ഗ്രൂപ്പിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ലെവലിലേക്ക് ഗ്രോത്തിലേക്ക് വരാം. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മസിലാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരുടെയും വിചാരം അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. പക്ഷേ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആ കോൺഫിഡൻസിലേക്ക് എത്താനായിട്ട് അവർ ഒരുപാട് നാളത്തെ അവരുടെ പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക.